വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. നോക്കാം പ്രധാന വാർത്തകൾ. ബില്ലുകളിൽ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി നിർദ്ദേശത്തിൽ പ്രതികരിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഭരണഘടന മാറ്റാനുള്ള അധികാരം പാർലമെന്റിന് മാത്രം. വിഷയം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിടണമായിരുന്നുവെന്നും ഗവർണർ. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുമെന്ന് സർക്കാർ. ശബ്ദമലിനീകരണ നിയന്ത്രണ ചട്ടം അനുസരിച്ച് നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പാക്കുമെന്നും സർക്കാർ. തഹാവൂർ റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ വൻ ദുരൂഹത. മുംബൈക്ക് പുറമെ കൊച്ചിയും ലക്ഷ്യമിട്ടിരുന്നോ എന്ന് സംശയം. NIA റാണയെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുത്തേക്കും. വഖഫ് ഭേദഗതി നിയമത്തിന്റെ പേരിൽ ബംഗാളിൽ അക്രമം അഴിച്ചുവിട്ട ജിഹാദികൾ. വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം ക്ഷേത്രങ്ങൾ ആക്രമിച്ചു. മുർഷിദാബാദിൽ വീണ്ടും അക്രമ പരമ്പര. അപലപിച്ച് ഗവർണർ CV ആനന്ദബോസ്. ജമ്മുകശ്മീരിൽ 3 പാകിസ്ഥാൻ ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. മരിച്ചവരിൽ ജയ്ഷെ മുഹമ്മദ് കമാൻഡറും. രജൌരിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പ്രതിരോധിക്കുന്നതിനിടെ സൈനിക ഉദ്യോഗസ്ഥന് വീരമൃത്യു. മാസപ്പടി കേസിൽ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം. കേസിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ടെന്ന മന്ത്രി V ശിവൻകുട്ടി. അഭിപ്രായം പറയേണ്ടിയിരുന്നത് ഇടതുമുന്നണി യോഗത്തിലെന്നും ശിവൻകുട്ടിയുടെ വിമർശനം. ആശമാർക്ക് ഐക്യദാർഢ്യവുമായി സെക്രട്ടേറിയറ്റ് നടയിൽ പൗരസാഗരം. സാംസ്കാരിക പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധത്തിൽ അണിചേർന്ന ആശാവർക്കർമാരും കുടുംബാംഗങ്ങളും. വൻ പ്രതിഷേധം സമരത്തിന്റെ 62ാം ദിനത്തിൽ. നിലപാടിൽ ഉറച്ചു പാലക്കാട് നഗരസഭ. ദിവ്യാംഗരായ കുട്ടികൾക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ പേര് നൽകും. വിഷയം മുൻ കൗൺസിലുകളിൽ ചർച്ചയ്ക്ക് വെച്ച് പാസാക്കിയതെന്ന വൈസ് ചെയർമാൻ E കൃഷ്ണദാസ്. റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ ദുരൂഹത. തഹാവൂർ ഹുസൈൻ റാണയെ NIA കൊച്ചിയിലെത്തിച്ച് തെളിവെടുത്തേക്കും. ഭീകരവാദികൾ കൊച്ചി ലക്ഷ്യമിട്ടിരുന്നോ എന്നും സംശയമുണ്ട്. ഭീകരാക്രമണത്തിന് മുമ്പ് റാണ കൊച്ചിയിലെത്തിയതിന്റെ വിവരങ്ങൾ പുറത്തുവരുമ്പോഴാണ് സന്ദർശനത്തിലെ ദുരൂഹതകൾ ബാക്കിയാകുന്നത്. തഹാവൂർ റാണ കൊച്ചിയിൽ തങ്ങിയത് 2008 നവംബർ 16, 17 തീയതികളിലായിരുന്നു. ഭാര്യ സംറാസ് അക്തറിനൊപ്പമായിരുന്നു സന്ദർശനങ്ങൾ. ഭീകരാക്രമണങ്ങളും ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തനം വ്യാപിപ്പിക്കലുമായിരുന്നു സന്ദർശനങ്ങളുടെ ലക്ഷ്യമെന്നാണ് കരുതുന്നത്. ചോദ്യം ചെയ്യലിൽ കൊച്ചി സന്ദർശന വിവരങ്ങളും തേടുന്ന NIA തഹാവൂർ റാണയെ കൊച്ചിയിലെത്തിച്ചും തെളിവെടുത്തേക്കും. കൊച്ചിയിൽ എവിടെയെല്ലാം സന്ദർശിച്ചിട്ടുണ്ടെന്നും ആരെല്ലാമായാണ് കൂടിക്കാഴ്ചകൾ നടന്നതെന്നും വ്യക്തമാകേണ്ടതുണ്ട്. ഭീകരവാദ രാജ്യവിരുദ്ധ ഗ്രൂപ്പുകൾ വേരൂന്നിയ കേരളത്തിൽ ലഷ്കർ ഇ തൊയ്ബ നിഴൽ സംഘടനകൾ ആരംഭിക്കുകയും ഇതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ലക്ഷ്യങ്ങളായിരുന്നോ എന്നും സംശയമുണ്ട്. 2008 നവംബർ 13 മുതൽ 21 വരെയുള്ള തീയതികളിൽ ഡൽഹി, അഹമ്മദാബാദ്, ആഗ്ര നഗരങ്ങളിലും റാണ എത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ മറ്റ് വൻ നഗരങ്ങളിൽ സ്ഫോടന ആസൂത്രണങ്ങൾ നടത്തിയിരുന്നോ എന്നതിലും വ്യക്തതയുണ്ടാകും. 18 ദിവസത്തെ NIA കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണയെ ഡൽഹിയിൽ NIA ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റും ലഷ്കർ ഇ തൊയ്ബയും അടക്കമുള്ള ഭീകരവാദ സംഘടനകൾക്ക് കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഈ സ്ലീപ്പർ സെല്ലുകളെയെല്ലാം നിയന്ത്രിക്കുന്നത് പുറത്തുനിന്നുള്ള ഭീകരവാദി നേതാക്കളാണ്. അവിടെയാണ് തഹാവൂർ റാണയുടെ കേരള സന്ദർശനവും കൊച്ചിയിൽ ആരെല്ലാമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടാകുമെന്ന സംശയവുമെല്ലാം ദുരൂഹതകളായി ബാക്കിയാകുന്നത്. ഭീകരവാദ ഗ്രൂപ്പുകൾ നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കൊച്ചി. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ച കോടതി വിധിയിൽ പ്രതികരണവുമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സുപ്രീം കോടതി വിധി ജുഡീഷ്യറിയുടെ അതിരുകടന്ന ഇടപെടലാണ്. ബില്ലുകൾ പാസാക്കാൻ സമയപരിധി നിശ്ചയിക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിയാണ് വേണ്ടതെന്നും അർലേക്കർ പറഞ്ഞു.
നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിലാണ് ഗവർണർ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ബില്ലിന് അനുമതി നൽകാൻ ഭരണഘടന നിലവിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെയൊരു സമയപരിധി വേണമെന്നുണ്ടെങ്കിൽ അതിൽ തീരുമാനമെടുക്കേണ്ടത് ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെന്റാണെന്നും ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ കേരള ഗവർണർ പറയുന്നു. കോടതി വിഷയത്തിൽ ഇടപെട്ടത് അതിരുകടന്ന നടപടിയാണ്. ഹർജി പരിഗണിച്ച ബെഞ്ച് വിഷയം ഭരണഘടനാ ബെഞ്ചിന് റെഫർ ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത്. 2 ജഡ്ജിമാരല്ല ഭരണഘടനാ ഭേദഗതി നിശ്ചയിക്കേണ്ടത്. രാജ്യത്തെ പല കോടതികളിലായി നിരവധി കേസുകൾ തീർപ്പാക്കാതെ കിടക്കുന്നു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമെല്ലാം ഈ സാഹചര്യമുണ്ട്. അതിന് ജഡ്ജിമാർക്ക് പല കാരണങ്ങളുള്ള പോലെ തന്നെ ബില്ലുകളിൽ തീരുമാനമെടുക്കാതിരിക്കാൻ ഗവർണർമാർക്കും കാരണങ്ങൾ ഉണ്ടാകുമെന്നും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. ജനം, തിരുവനന്തപുരം. മാസപ്പടി കേസ്, PM ശ്രീ പദ്ധതി തുടങ്ങിയവയിൽ LDF-ലെ ഭിന്നത മറനീക്കി പുറത്തേക്ക്. മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിരോധിച്ച് രംഗത്തെത്തുന്ന CPM നേതാക്കളെ വിമർശിച്ച ബിനോയ് വിശ്വത്തിന് മറുപടി നൽകി മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലും ബിനോയ് വിശ്വത്തിന് വ്യത്യസ്ത അഭിപ്രായം ആണുള്ളതെന്നും കേന്ദ്ര സർക്കാരിന്റെ കാശായതുകൊണ്ട് കേരളം വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല എന്നും മന്ത്രിയുടെ പ്രതികരണം. കാര്യങ്ങൾ അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം വീണ വിജയന്റെ കേസിൽ അങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വീണ വിജയന് അറിയാം ആ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് യാതൊരു ഉത്കണ്ഠയും ശ്രീ ബിനോയ് വിശ്വത്തിന് വേണ്ട. അതെന്താണെന്ന് അറിയില്ല. അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത്. PM ശ്രീ പദ്ധതിക്ക് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്ത അഭിപ്രായമാണ് ശ്രീ ബിനോയ് വിശ്വം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട്. ആ വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം ഒരു സമയം നിശ്ചയിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. രാഷ്ട്രീയ തീരുമാനം എടുക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഇനി രാഷ്ട്രീയ തീരുമാനം എടുത്തതിന് ശേഷം പിന്നെ ക്യാബിനറ്റിൽ കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കാം. ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ്. ലോഹഭാഗം എടുത്തുമാറ്റാതെ യുവാവിന്റെ കാലിലെ മുറിവ് തുന്നിക്കെട്ടി. ഇടവെട്ടി സ്വദേശി മുഹമ്മദ് ഹാജയ്ക്കാണ് ദുരവസ്ഥയുണ്ടായത്. യുവാവ് പരാതി നൽകിയെങ്കിലും ആശുപത്രി അധികൃതർ നടപടിയെടുത്തില്ല എന്നും പരാതിയുണ്ട്. സുബിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. സുബിൻ, ഒരാഴ്ചക്കാലത്തോളം ആശുപത്രി കയറി ഇറങ്ങിയിട്ടും തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ അധികൃതർ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. മാത്രവുമല്ല, മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിയാണ് ഈ ലോഹഭാഗം നീക്കം ചെയ്തത്. എന്നാൽ പരാതി നൽകിയിട്ടും ഇതുവരെയും അധികാരികൾ നടപടിയെടുത്തിട്ടില്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ തൊടുപുഴ ജില്ലാ ആശുപത്രിക്ക് ഗുരുതരമായ ചികിത്സാ പിഴവും നോട്ടപ്പിഴവും എല്ലാമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 29-ാം തീയതിയാണ് ഈ മുഹമ്മദ് അജിനെ പരിക്കേൽക്കുന്നത്. അത് ഇദ്ദേഹം ബിൽഡിംഗ് ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. ഈ ബിൽഡിംഗ് ചെയ്യുന്നതിനിടയിൽ പെയിന്റർ കാലിൽ കൊള്ളുകയായിരുന്നു. ഗുരുതരമായി മുറിവേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഈ തൊടുപുഴ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന സമയത്താണ് ഈ ചികിത്സ നൽകുകയും, അതായത് മുറിവ് ക്ലീൻ ചെയ്ത ശേഷം ഏകദേശം 5 തുന്നിട്ടുകൾ കെട്ടി ഇദ്ദേഹത്തെ വീട്ടിലേക്ക് തിരിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഈ വീട്ടിലെത്തി ഈ വേദന അറിയാതെ വരുന്ന സാഹചര്യമുണ്ടായി. കാല് പഴുക്കുന്ന സാഹചര്യമുണ്ടായി. തുടർച്ചയായി ആശുപത്രിയിൽ എത്തിയപ്പോഴെല്ലാം തന്നെ സർജനെ കാണാനുള്ള നിർദ്ദേശമാണ് പ്രധാന ഡോക്ടർ നൽകിയത്. ആ നിർദ്ദേശപ്രകാരം ഈ സർജനെ കാണുകയും ചെയ്തു. സർജനെ കണ്ടപ്പോഴും ഇത്തരത്തിൽ ഈ കാലിനുള്ളിൽ ഒരു ലോഹമുണ്ട് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എക്സ്റേ ഉൾപ്പെടെ എടുത്ത് നോക്കിയിട്ടും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വീഴ്ച എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇതിനുശേഷം ഈ വേദന മാറാതെ വന്നതോടുകൂടി മുഹമ്മദ് ഹാജ് ഇടപെട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുകയായിരുന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഈ മുറിവ് ക്ലീൻ ചെയ്യുകയും ഈ തുന്നിക്കെട്ട് അഴിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഈ മുറിവിനുള്ളിൽ നിന്ന് ഒരു ലോഹഭാഗം കണ്ടെത്തുന്നത്. പിന്നീട് ഇയാൾ വീണ്ടും ഈ ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെ അയക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രി ഇയാൾ എത്തി പരാതി നൽകി ഇത്തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരാതി നൽകിയിട്ടും കൃത്യമായ ഇടപെടൽ നടത്താൻ ഈ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായും മുഹമ്മദ് ഹാജ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഇതിനുശേഷം മറ്റൊരു ആശുപത്രി പോയാണ് ഈ കാല് തുന്നിയിടുകയും തുടർ ചികിത്സ എടുക്കുകയും ചെയ്തത്. എന്തായാലും ഈ പരാതി മുമ്പോട്ട് പോകാനാണ് നിലവിൽ മുഹമ്മദ് ഹാജ് തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്കൂടെ പരാതി നൽകി തനിക്ക് നീതി വരെ മുമ്പോട്ട് പോകണമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ വീഴ്ച ഇതുവരെ ഒരു വിശദീകരണം നൽകാൻ ഈ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരി.
ആലപ്പുഴ കായംകുളത്ത് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരി മരിച്ചതായി പരാതി. എബ്നൈസർ ആശുപത്രിക്കെതിരെയാണ് ആരോപണമുയരുന്നത്. കണ്ണമ്പള്ളി സ്വദേശി അജിത്ത് ശരണ്യ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മിയാണ് മരിച്ചത്. ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിക്കുകയാണ്. നിഷ ദിലീപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, ഇപ്പോൾ കുട്ടിയുടെ ബന്ധുക്കൾ എന്താണ് പറയുന്നത്? എബ്നൈസർ ആശുപത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വന്ന സാഹചര്യമുള്ളത്. ഡോക്ടറെ അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്ന വിവരം. ദേവിക, ഇന്ന് രാവിലെയാണ് ചേരാവളി കണ്ണമ്പള്ളി സ്വദേശികളായ അജിത്തിന്റെയും ആര്യയുടെയും മകൾ 9 വയസ്സുകാരി ആദിലക്ഷ്മി മരിച്ചത്. ആദിലക്ഷ്മിയെ പനിയും വയറുവേദനയും തുടർന്ന് കായംകുളം എബനൈസർ ആശുപത്രിയിൽ കഴിഞ്ഞ 10-ാം തീയതിയായിരുന്നു പ്രവേശിപ്പിച്ചത്. കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് മാറ്റണം എന്ന ബന്ധുക്കൾ ആവശ്യപ്പെട്ടെങ്കിൽ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. ഡോക്ടർമാരുടെ അനാസ്ഥയാണ്, ചികിത്സാ പിഴവാണ് കുഞ്ഞിന്റെ മരണകാരണമെന്ന് ആരോപിച്ചായിരുന്നു ബന്ധുക്കൾ ആശുപത്രിക്ക് മുമ്പിൽ വലിയ പ്രതിഷേധം അല്പസമയം മുമ്പ് വരെ പ്രതിഷേധിച്ചിരുന്നു. കുഞ്ഞിന്റെ മൃതദേഹം പോലീസ് എത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതരുമായും ബന്ധുക്കളുമായൊക്കെ ചർച്ച നടത്തിയ ശേഷം കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചികിത്സാ പിഴവ് തന്നെയാണ് കുഞ്ഞിന്റെ മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഈ ചികിത്സിച്ച ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായ വിശദീകരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പനിയില്ലായിരുന്നു, വയറുവേദന മാത്രമായിരുന്നു. ചികിത്സകളൊക്കെ തുടങ്ങി, കുഞ്ഞിനെ പരിശോധിച്ചു, കൃത്യമായി തന്നെ പരിശോധിച്ചു. കുഞ്ഞിന് മറ്റു കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. ഇന്ന് രാവിലെ ഡ്യൂട്ടി ഡോക്ടർ എത്തിയ സമയത്ത് കുഞ്ഞ് പ്രതികരിച്ചില്ല എന്നാണ് പറയുന്നത്. തുടർന്ന് കുട്ടി പ്രതികരിച്ചില്ല. അതിനെ തുടർന്ന് കുഞ്ഞിനെ ICUവിലേക്ക് മാറ്റി എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ തന്നെയാണ് ബന്ധുക്കളുടെ പ്രതിഷേധം. ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുഞ്ഞിന്റെ അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ് എന്ന് ബന്ധുക്കൾ പറയുന്നു. അമ്മുമ്മയാണ് കുഞ്ഞിനൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. പലതവണ ബന്ധുക്കൾ എത്തി ആശുപത്രിയിൽ നിന്ന് മാറ്റാനും മറ്റും ആവശ്യപ്പെട്ട് എങ്കിൽ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്ന് ആരോപിക്കുന്നുണ്ട് ബന്ധുക്കൾ. എന്തായാലും ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ വിശദീകരണം ചികിത്സ നൽകിയിരുന്നു എന്ന് തന്നെയാണ്. എന്തായാലും കുഞ്ഞിന്റെ മൃതദേഹം 9 വയസ്സുകാരി ആദിലക്ഷ്മിയാണ് മരിച്ചത്. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദേവിക. ശരി. തൃശൂർ പൂരം വെടിക്കെട്ട് ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടം അനുസരിച്ച് നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തും, പരിസ്ഥിതി സംരക്ഷണ നിയമവും പാലിക്കുമെന്ന് സർക്കാർ. പുലർച്ചെയുള്ള വെടിക്കെട്ട് അടക്കം പ്രതിസന്ധിയിലെന്നാണ് പൂരപ്രേമികൾ പറയുന്നത്. തൃശൂർ പൂരം വെടിക്കെട്ട് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടം, പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവ പാലിക്കുമെന്ന കാര്യം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. പ്രദേശത്തെ അന്തരീക്ഷ ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വേണ്ടി സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ച് തിരുവമ്പാടി സ്വദേശി വെങ്കടാചലം നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ഉത്തരവിറക്കി. എന്തെങ്കിലും സാഹചര്യം ഉയർന്നു വന്നാൽ ഹർജിക്കാരന് വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ നിലവിലെ പുലർച്ചെയുള്ള വെടിക്കെട്ടിന് സർക്കാരിന്റെ ഉറപ്പ് തടസ്സമുണ്ടാക്കുമെന്ന ആക്ഷേപം പൂരപ്രേമികൾ ഉന്നയിക്കുന്നുണ്ട്. പൂരം വെടിക്കെട്ട് ശബ്ദ പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തൃശൂർ സ്വദേശി വെങ്കടാചലം ഹൈക്കോടതിയെ സമീപിച്ചത്. രാത്രികാല വെടിക്കെട്ടടക്കം പരിസരവാസികളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തുന്നുണ്ടെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ജനം, കൊച്ചി. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ അന്വേഷണത്തിനുള്ള ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാൽ ഉടൻ തുടർ നടപടി ആരംഭിക്കാൻ ഒരുങ്ങിയ CBI. വിജിലൻസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാൽ അന്വേഷണ സംഘത്തെയും നിയോഗിക്കും. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാലുടൻ അന്വേഷണ നടപടികളിലേക്ക് കടക്കുന്നത്. CBI കൊച്ചി ആന്റി കറപ്ഷൻ യൂണിറ്റാണ് അന്വേഷണം ഏറ്റെടുക്കുക. നേരത്തെ നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങളും ശേഖരിക്കും. സംസ്ഥാന സർക്കാർ അനുമതി നൽകാത്ത കേസുകളിൽ കോടതി അനുമതിയോടെ മാത്രമേ CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ. 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു പരാതി. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെ KM എബ്രഹാമിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ജേക്കബ് തോമസ് നീണ്ട അവധിയിലേക്ക് പോയപ്പോൾ ലോക്നാഥ് ബെഹ്റ ചുമതല ഏറ്റെടുത്തിരുന്നു. ഈ സമയം പരാതി അന്വേഷിച്ച് തള്ളുകയായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഭൂമിയും വസ്തുവകകളും KM എബ്രഹാമിനുണ്ടെന്നാണ് പരാതി. ജനം, കൊച്ചി.
മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായ CBI അന്വേഷണ ഉത്തരവ്. വീണയ്ക്കെതിരായ SFIO കേസിന് പിന്നാലെയാണ് KM എബ്രഹാമും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നത്. M ശിവശങ്കരനും CM രവീന്ദ്രനും ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കേന്ദ്ര ഏജൻസികളുടെ വലയിലേക്ക് എത്തുന്ന മൂന്നാമത്തെ ഉന്നതനാണ് KM എബ്രഹാം. മകൾക്കെതിരായ SFIO കുറ്റപത്രത്തിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയെ വീണ്ടും പ്രതിരോധത്തിലാക്കി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ CBI അന്വേഷണത്തിനുള്ള കോടതി ഉത്തരവ് വരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് മുൻ ചീഫ് സെക്രട്ടറിക്കെതിരെ അന്വേഷണത്തിന് കോടതിയുടെ ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ച കാലയളവിലെ പരാതിയല്ലെങ്കിലും ഇത്തരമൊരു കേസിൽ CBI അന്വേഷണം നേരിടാൻ പോകുന്ന ഉദ്യോഗസ്ഥനെ എങ്ങനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുമെന്ന ചോദ്യം പ്രധാനമാണ്. സ്വന്തം മകൾ തന്നെ മാസപ്പടി കേസിൽ പ്രതിയായിരുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കണമെന്ന് പറയാനുള്ള ധാർമ്മിക ശക്തിയും മുഖ്യമന്ത്രിക്കില്ല. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയും മൗനം പാലിക്കുന്നു. വീണ തൈക്കിണ്ടിനെതിരെ ED കൂടി കേസെടുക്കുന്നതോടെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാകുമെന്നുറപ്പ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിലെത്തുന്ന മൂന്നാമത്തെ പ്രമുഖരാണ് KM എബ്രഹാം. സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിലായ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കരനെ അവസാനം വരെ മുഖ്യമന്ത്രി സംരക്ഷിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെയും ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നു. ജനം, തിരുവനന്തപുരം. ബംഗാളിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളിൽ 110 പേർ അറസ്റ്റിൽ. വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ജനക്കൂട്ടം ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയാണ് ആക്രമിച്ചത്. മാൾഡ, മുർഷിദാബാദ്, ദുലിയാൻ എന്നിവിടങ്ങളിലാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ ജയ്ഷെ കമാൻഡർ ഉൾപ്പെടെ 3 ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. അഖ്നൂരിലുണ്ടായ മറ്റൊരു ഏറ്റുമുട്ടലിൽ സൈനികന് വീരമൃത്യു. മേഖലയിൽ കഴിഞ്ഞ 3 ദിവസമായി സുരക്ഷാ സേന തെരച്ചിൽ നടത്തി വരികയായിരുന്നു. മാവോയിസ്റ്റ് വേട്ട തുടർന്ന് സുരക്ഷാ സേന. ഛത്തീസ്ഗഡിലെ ബിജാപൂരിലെ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു. ഇന്ദ്രാവതി ദേശീയോദ്യാന പരിസരത്ത് ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു ഏറ്റുമുട്ടൽ. US വൈസ് പ്രസിഡന്റ് JD വാൻസും ഭാര്യ ഉഷ വാൻസും ഏപ്രിൽ 21-ന് ഭാരതത്തിലെത്തും. ഡൽഹി, ആഗ്ര, ജയ്പൂർ എന്നിവിടങ്ങളിൽ ഇരുവരും സന്ദർശനം നടത്തും. ഉഷ വാൻസിന്റെ പൂർവികർ കഴിഞ്ഞിരുന്ന ആന്ധ്രാപ്രദേശിലെ വാദിലൂരു ഗ്രാമവും സന്ദർശിക്കും. 24 വരെയാണ് ഇരുവരുടെയും ഇന്ത്യൻ സന്ദർശനം. ഈ മാസം 21-ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസും ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം. അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്ക് ഏപ്രിൽ 3-ാം ആഴ്ചയിലായിരിക്കും സന്ദർശനം എന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള മോദിയുടെ 3ാമത് സൗദി സന്ദർശനമാണ് ഇത്തവണത്തേത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലെത്തും. ഏപ്രിൽ 3-ാം ആഴ്ചയിലായിരിക്കും സന്ദർശനമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൗദിയിലെത്തുന്ന നരേന്ദ്രമോദി ജിദ്ദയിലെ പൊതുസമൂഹവുമായി സംവദിക്കുമെന്നാണ് സൂചന. സൗദി ഭരണാധികാരി സൽമാൻ രാജാവുമായും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറുകളിലും ഒപ്പിട്ടേക്കും. 2016 ഏപ്രിലിലും 2019 ഒക്ടോബറിലും മോദി സൗദി സന്ദർശിച്ചിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ 2023 സെപ്റ്റംബറിൽ ഇന്ത്യയിലും എത്തിയിരുന്നു. സൗദി അറേബ്യയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അതേസമയം സൗദി ഇന്ത്യയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ്. ജനം, ദുബായ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹിന്ദിയിൽ നന്ദി അറിയിച്ച് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദ്വിദിന ഭാരത സന്ദർശനം കഴിഞ്ഞ് ദുബായിൽ മടങ്ങിയെത്തിയ ശേഷമായിരുന്നു ഷെയ്ഖ് ഹംദാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ നന്ദി അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഭാരത സർക്കാരിനോടും ജനങ്ങളോടുമാണ് ഊഷ്മളമായ സ്വീകരണത്തിനും ആതിഥ്യ മര്യാദയ്ക്കുമെല്ലാം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നന്ദി അറിയിച്ചത്. ഹിന്ദിയോടൊപ്പം അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിലും തനിക്ക് ലഭിച്ച ഊഷ്മളവും ഗംഭീരവുമായ സ്വീകരണത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു. ഭാരതവും UAEയും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ബന്ധം ഓർമ്മിച്ചുകൊണ്ടാണ് സ്നേഹവും നന്ദിയും അറിയിച്ചത്. നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ്
2 ദിവസത്തെ സന്ദർശനത്തിനായി ഷെയ്ഖ് ഹംദാൻ ഭാരതത്തിലെത്തിയത്. ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക ഭാരത സന്ദർശനമായിരുന്നു ഇത്തവണത്തേത്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പാണ് ഷെയ്ഖ് ഹംദാനെ ലഭിച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിലും ഒപ്പിട്ടു. ജനം, ദുബായ്. ആണവ പരീക്ഷണം നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് ഇറാൻ US ചർച്ച ചെയ്ത ഒമാനിലായിരിക്കും ഇരു രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകൾ നടത്തുക. ഇറാനുമായുള്ള ആണവ ധാരണ വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. സൈനിക നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകുകയാണെങ്കിൽ ആണവ ആയുധ വിഷയത്തിൽ ചർച്ചകളാകാമെന്ന നിലപാടിലാണ് ഇറാൻ. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാവുകയാണ്. 60% ശുദ്ധമായ യുറേനിയം വേർതിരിച്ചെടുക്കാനുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നത്. ഈ നടപടി നിർത്തിവെക്കണമെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ലോകരാജ്യങ്ങളുടെ നിലപാട്. ആണവ പരീക്ഷണം നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് ഇറാൻ അമേരിക്ക പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ച ഇന്ന് ഒമാനിൽ നടക്കും. ചർച്ചകളിൽ പ്രതീക്ഷയുള്ളതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് പ്രാഥമിക ധാരണയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തങ്ങൾക്കെതിരെ സൈനിക നടപടി ഉണ്ടായില്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങൾ നിർത്താമെന്ന നിലപാടാണ് ഇറാന്റേത്. അമേരിക്ക ഇറാൻ ചർച്ചയിൽ ഇക്കാര്യങ്ങൾക്ക് അന്തിമ തീരുമാനമുണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. BJP നിയമസഭാ കക്ഷി നേതാവും മുൻ മന്ത്രിയുമായ നൈനാർ നാഗേന്ദ്രൻ തമിഴ്നാട്ടിൽ BJP അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നാണ്. നൈനാർ നാഗേന്ദ്രൻ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. AIADMK നേതാവായിരുന്ന നൈനാർ 2017 BJPയിൽ അംഗമാകുന്നത്. BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി പ്രവർത്തിച്ചു വരികയാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും നൈനാർ പ്രവർത്തിച്ചിരുന്നു. മുൻ അധ്യക്ഷൻ K അണ്ണാമലയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നൈനാറിന്റെ പേര് നിർദ്ദേശിച്ചത്. 2001 മുതൽ 2006 വരെ ജയലളിത, O പനീർശെൽവം എന്നിവരുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ അംഗമായിരുന്നു. 2006-2011 തിരുനെൽവേലി നിയോജക മണ്ഡലത്തിൽ നിന്ന് AIADMK സ്ഥാനാർത്ഥിയായും 2021 BJP സ്ഥാനാർത്ഥിയായും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ശബരിമലയിൽ വിഷു മേടമാസ പൂജകൾ തുടങ്ങി. വിഷുവിനോടനുബന്ധിച്ച് സന്നിധാനത്ത് ഭക്തജന തിരക്കും അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ 18,227 ഭക്തർ ദർശനം നടത്തി. ഇന്ന് 25,876 ഭക്തരാണ് വെർച്വൽ ക്യൂ വഴി ദർശനം ബുക്ക് ചെയ്തിരിക്കുന്നത്. വിഷുമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 18-നാണ് നടയടയ്ക്കുക. മണ്ഡലമകര വിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഭക്തർ ഏറ്റവും കൂടുതൽ എത്തുന്നത് വിഷുവിനാണ്. കൂടുതൽ ഭക്തജനങ്ങളെ ഉൾക്കൊള്ളുന്നതിനുള്ള ക്രമീകരണങ്ങളിലാണ് സന്നിധാനത്തെ വിവിധ വിഭാഗങ്ങൾ. വിഷുനാളിൽ പുലർച്ചെ 4 മണി മുതൽ വിഷുക്കണി ദർശനം തുറന്നു. 7 മണി വരെയാണ് വിഷുക്കണി ദർശനം. 10-ാം തീയതി മുതൽ സന്നിധാനത്തേക്ക് ഭക്തജനങ്ങൾ കൂടുതലായി എത്തി തുടങ്ങി. 2 ദിവസം മുൻപ് വരെ കൂടുതൽ മലയാളികളായിരുന്നു ദർശനത്തിനെത്തിയതെങ്കിൽ ഇപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. മാളികപ്പുറങ്ങളും കുഞ്ഞയ്യപ്പന്മാരും ധാരാളമായി എത്തുന്നു. 2 ദിവസമായി തിരക്കുള്ളതിനാൽ ഫ്ലൈ ഓവർ മുഖേനയാണ് ഇപ്പോൾ പ്രധാനമായും ഭക്തർക്ക് ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്ലൈ ഓവറിന് സമാന്തരമായി തന്നെ നേരിട്ടുള്ള ദർശന ക്രമീകരണവും പിന്തുടർന്ന് പോരുന്നുണ്ട്. തിരക്ക് കുറഞ്ഞ സമയങ്ങളിലാണ് നേരിട്ടുള്ള ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. നടപ്പന്തലിൽ നിന്നും ഘട്ടമായി ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിട്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 5-ന് നട തുറന്ന് ഉച്ചപൂജ പൂർത്തിയാക്കി 1 മണിക്ക് നടയടയ്ക്കും. വൈകിട്ട് 5-ന് നട തുറക്കും. വിഷു മേടമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 18-നാണ് നടയടയ്ക്കുക. 2 ദിവസമായി സന്നിധാനത്ത് മഴയുമുണ്ട്. ഇന്നലെ ആറാട്ടിന് ശേഷം കനത്ത മഴ പെയ്തു. ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെയും ഇടവിട്ട് മഴ പെയ്തു. ജനം, സന്നിധാനം. സ്വന്തം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സമൂഹത്തിന് സമർപ്പിക്കുന്നതാണ് സംഘസംസ്കാരമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചെങ്കൽ നൊച്ചിയൂർ ശ്രീ പുളിങ്കോട്ട് കണ്ഠൻ ശാസ്ത ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപ സമർപ്പണം ഗവർണർ നിർവഹിച്ചു. ജനം TV MDയും വ്യവസായിയുമായ ചെങ്കൽ രാജശേഖരൻ നായരും കുടുംബവുമാണ് മുഖമണ്ഡപം പണികഴിപ്പിച്ച് സമർപ്പിച്ചത്. 8 നൂറ്റാണ്ടോളം പഴക്കമുള്ള ചെങ്കൽ നൊച്ചിയൂർ പുളിങ്കോട്ട് കണ്ഠൻ ശാസ്ത ക്ഷേത്രത്തിന് പുതിയ മുഖമണ്ഡപം നൽകുന്നത് പഴമയും പുതുമയും ഒന്നിക്കുന്ന മനോഹാരിത.
മുഖമണ്ഡപ സമർപ്പണത്തിനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ വാദ്യമേളങ്ങളോടെ പൂർണ്ണ കുംഭം നൽകിയാണ് സ്വീകരിച്ചത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഗവർണർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. സ്വന്തം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സമൂഹത്തിന് സമർപ്പിക്കുന്നതാണ് സംഘ സംസ്കാരമെന്ന് അദ്ദേഹം പറഞ്ഞു. मुझे लगता है उनका जीवन भाव वह समर्पण भाव है. उन्होंने बताया कि संघ के संस्कारों के कारण इन सब बातों को वह कर पाते हैं. Because of the संघ संस्कार, he has been able to do all such things. Absolutely right and 100% true. മുഖമണ്ഡപം പണികഴിപ്പിച്ച ജനൻ ടി വി MDയും ടൂറിസം മേഖലയിലെ വ്യവസായിയുമായ ചെങ്കലസ് രാജശേഖരൻ നായരെ ചടങ്ങിൽ ആദരിച്ചു. ഈ നാടിന്റെ നന്ദിയുടെയും കടപ്പാടിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകം ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ശ്രീ രാജശേഖരൻ നായർ, നൽകുന്നത് ആദരണീയനായ കേരളത്തിന്റെ പ്രഥമ പൗരൻ. 55-56 വർഷം മുമ്പേ ഞങ്ങൾ ഈ 4 ചുമരുള്ള ഒരു ക്ഷേത്രം, അതായിരുന്നു ഓർമ്മ വന്നത് മുതൽ ഇവിടെ പൂജയ്ക്ക് വേണ്ടി അമ്മ നമുക്ക് അരിയും ഒരു തേങ്ങയും കുറച്ച് ശർക്കരയും ഒരു വെള്ളിത്തുട്ടും തന്നു വിടുന്നത്. ആ 4 ചുമരിനുള്ളിൽ ഒരു ശിവലിംഗവും ഒരു ചെറിയ കല്ലുമാക്കും. നമ്മൾ ശാസ്ത്ര ഭഗവാനായിട്ട് നാം ഉള്ളിൽ വിശ്വസിച്ചിരുന്നത് അതാണ്. വെളിയിലൊരു കല്ലുവിളക്ക്, ആ കല്ലുവിളക്ക് ഇന്നുമുണ്ട്. ആ മൂർത്തിയെ 2-3 പ്രാവശ്യം മാറ്റി പല സ്ഥലങ്ങളിലും പ്രതീക്ഷിക്കുക, ലാസ്റ്റിൽ കുഴിച്ചുടൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇന്ന് ഇരിക്കേണ്ട സ്ഥലത്തിരുന്ന് ഞാനും എൻ്റെ ജീവിതത്തിലെ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ നാട്ടിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഇവിടെ ഈ ക്ഷേത്രം ചെയ്ത് അത് ഈ നാട്ടിന് സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിന് ഭൂമി വിട്ടു നൽകിയ കുടുംബാംഗങ്ങളെയും മുൻ ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു. സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി, മുതിർന്ന RSS പ്രചാരകൻ S. സേതുമാധവൻ, പ്രാന്ത സംഘചാലക് പ്രൊഫസർ രമേശൻ, ISRO ശാസ്ത്രജ്ഞൻ ശ്യാം മോഹൻ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. കണ്ണൂർ ഫ്രണ്ട്സ് അസോസിയേഷൻ ഡോംപിവിലിയുടെ 37ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന കാൻഫ മെഗാ ഷോ ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ നടക്കും. സാവിത്രിഭായ് ഫുലെ ഓഡിറ്റോറിയത്തിൽ വച്ചാണ് പരിപാടി നടക്കുന്നത്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 9 വിജയി അരവിന്ദ് ദിലീപ് നയിക്കുന്ന ഗാനമേള, ദിശ പ്രകാശ്, ശ്രീഹരി പാലക്കാട്, മായ മണിക്കുട്ടൻ എന്നിവർ ചേർന്നൊരുക്കുന്ന കോമഡി ഷോ, പുറശ്ശേരി ഗ്രാമീണ കലാവേദി പയ്യന്നൂർ ഒരുക്കുന്ന ഫോക്ക് മെഗാ ഷോ എന്നിവയും ഉണ്ടാകും. ഇതുവരെ ലഭിച്ച അപേക്ഷകൾക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ, ധനസഹായം എന്നിവയും അന്നേ ദിവസം കൈമാറും. നിയമനം ആവശ്യപ്പെട്ട് സത്യാഗ്രഹം ചെയ്യുന്ന CPO ഉദ്യോഗാർത്ഥികൾ ഒറ്റക്കാലിൽ ഉപ്പിന് മുകളിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രശാന്ത് ശങ്കരമംഗലത്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഓരോ ദിവസവും സമരരീതികൾ കടുപ്പിക്കുകയാണ്. CPO ഉദ്യോഗാർത്ഥികൾ ഒറ്റക്കാലിൽ ഉപ്പിന് മുകളിൽ നിന്നവർ പ്രതിഷേധിക്കുകയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സത്യാഗ്രഹ സമരം 11ാം ദിവസം കടക്കുകയാണ്. ഇനി പ്രവൃത്തി ദിനം, റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ പ്രവൃത്തി ദിനം തുച്ഛമായ പ്രവൃത്തി ദിനങ്ങൾ മാത്രമാണുള്ളത്. ഇതോടുകൂടിയാണ് ഈ പ്രതിഷേധം ശക്തമാക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പുതിയ ഒരു സമരമുറ എന്ന നിലയിൽ ഉപ്പ് കല്ലിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. നേരത്തെയും നമ്മൾ പല രീതിയിലുള്ള സമരമുറകൾ ഇവർ നടത്തുന്നത് കണ്ടിരുന്നു. സത്യാഗ്രഹ സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും
പ്രതിഷേധ സ്വരം ഉയർത്തിക്കൊണ്ട് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വീണ്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല സമീപനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ സമരക്കാരെ അവഗണിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതായത് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സമരവുമായി എത്തിയ ഉദ്യോഗാർത്ഥികളോട് സർക്കാർ സ്വീകരിച്ച സമീപനം സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ല. മാത്രമല്ല സമരക്കാരുടെ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. അങ്ങനെ ഒട്ടേറെ അവഗണനകൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് ഈ പ്രതിഷേധ സമരം കടുപ്പിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ വീണ്ടും എത്തിയത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഘട്ടം കൂടി മറികടന്നുകൊണ്ട് ഉപ്പുകല്ലിന്മേൽ നിന്നുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണ് പ്രതിഷേധം നടത്തുന്നത്. വലിയ കഠിനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നു വരുന്നത്. വീണ്ടും ഈ ഉദ്യോഗാർത്ഥികൾ ഓരോ ഘട്ടത്തിലും സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉപ്പുകല്ലിൽ നിന്നുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഞങ്ങളെ തന്നെ വേദനിപ്പിച്ചിട്ട് ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോണത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരപുറം ഞങ്ങൾ തീരുമാനിച്ചത്. തുച്ഛമായ പ്രവൃത്തി ദിനം മാത്രമാണ്. അതെ, ഒരു 3 ദിവസത്തോളം മാത്രമേ ഇനി പ്രവർത്തന ദിവസങ്ങൾ. ഇനി അതിലൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. അത് തന്നെയാണ് അവസാനവട്ട പ്രതീക്ഷയുണ്ട്. ആ അവസാനവട്ട പ്രതീക്ഷയിൽ തന്നെയാണ് ഇനിയും ഇവരുടെ ഈ ഉദ്യോഗാർത്ഥികൾ ഈ സമരവുമായി നിൽക്കുന്നത്. സമരം തുടരുകയാണ് ഇപ്പോഴും. കഴിഞ്ഞ 11 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധത്തിലായിരുന്നു, സമരത്തിലായിരുന്നു. എന്നാൽ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ നിയമനങ്ങൾ മാത്രമാണ് ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ നടത്തിയത്. എന്നാൽ ഇത്തരത്തിൽ ഒരു ഒട്ടേറെ സ്വപ്നവുമായി ഈ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഇവരെല്ലാവരും. എന്നാൽ ആ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. നിരവധി തവണ ഇത്തരത്തിൽ നിവേദനങ്ങൾ നൽകിയെങ്കിൽ പോലും നടപടികളൊന്നും ഉണ്ടായില്ല. വിവരാവകാശ രേഖകളടക്കം നൽകി ആ വിവരാവകാശ രേഖകളടക്കം ഒഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോലും സർക്കാർ കൂടുതൽ നിയമനം നടത്താൻ സർക്കാർ തയ്യാറായില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സർക്കാർ നിയമനം നടത്താതിരുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യം നിലനിൽക്കെ അടിയന്തരമായി സർക്കാരിൻ്റെ ഒരു ശ്രദ്ധയുണ്ടാകണം, ഇടപെടണം എന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഇത്രയും രീതിയിൽ, അതായത് ഉപ്പുകല്ലിൽ നിന്നുകൊണ്ട് സ്വയം വേദനിപ്പിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഞങ്ങൾ വേറെ എന്താണ് ചെയ്യേണ്ടത്? എത്ര സമര രീതികളാണ് ഞങ്ങൾ അവലംബിച്ചത്? ഇതിലൊന്നും ഞങ്ങൾക്ക് സർക്കാർ കണ്ണു തുറക്കുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള സമര രീതികളേ ഉള്ളൂ. ഇങ്ങനെയെങ്കിലും ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ഞങ്ങളൊന്ന് കാണണം. ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ കൈ കൂപ്പി വെച്ചിരിക്കുന്നത് അപേക്ഷയാണ്, അല്ലാതെ പ്രതിഷേധമല്ല. മഴയുണ്ടായിരുന്നു, കഠിനമായ മഴ. ഈ മഴയിലെല്ലാം നനഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധിക്കുന്നത്. അതെ, ഇവിടെ ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു സംഘടനയുടെയും പിൻബലമില്ല. ഞങ്ങൾ ഒരു ടാർപ്പയുടെ അടിയിൽ ഞങ്ങൾ ഇത്രയും പേര് ചുരുണ്ടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോ വെയിലും മഴയത്തും എത്ര വെയിലാണ് കൊള്ളുന്നതെന്നറിയാവോ? ഇതൊക്കെ ഞങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമാണ്? പഠിച്ച് ഫിസിക്കലും പാസ്സായി ഇത്രയും എത്തിയിട്ടും വീണ്ടും ഇവിടെ വന്ന് ഫിസിക്കൽ ടെസ്റ്റാണോ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണ് ഇനി ഞങ്ങളുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഭക്ഷണമില്ല, വെള്ളമില്ല, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സൗകര്യമില്ല. ഈ കൊടും ചൂടിലും തണുപ്പിലും മഴയിലുമെല്ലാം ഇവിടെ ഇങ്ങനെ പ്രതിഷേധിക്കുവാണ്. സർക്കാർ കണ്ണു തുറക്കുമോ? കണ്ണു തുറക്കും. കാരണം ഞങ്ങൾ ജയിപ്പിച്ച സർക്കാരാണ്, ഞങ്ങൾ വോട്ടിട്ട് കൊടുത്ത ഞങ്ങളുടെ സർക്കാരാണ്. ഞങ്ങൾ കാണുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിൻ്റെയാണ് സർക്കാർ കണ്ണു തുറക്കുമെന്നാണ് പ്രതീക്ഷ വയ്ക്കുമ്പോൾ പോലും ഇനി ഉള്ളത് ആകെ 3 ദിവസം മാത്രം. 3 ദിവസം മാത്രമാണ് പ്രവൃത്തി ദിനമായിട്ടുള്ളത്. ഈ പ്രവൃത്തി ദിനത്തിനുള്ളിൽ ഈ ആവശ്യങ്ങളെല്ലാം നിറവേറണം. നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ പ്രതിഷേധമായി എത്തിയത്. സത്യാഗ്രഹ സമരം എന്ന നിലയിലാണ് ആദ്യഘട്ടം തുടങ്ങിയതെങ്കിൽ അത് മറ്റ് സമരങ്ങളിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ടായി. ഉപ്പുകല്ലിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് പ്രതിഷേധിച്ചു. അതോടൊപ്പം കർപ്പൂരം കയ്യിൽ വെച്ച് പ്രതിഷേധിച്ചു. മുട്ടിട്ട് ഇഴഞ്ഞ് പ്രതിഷേധിച്ചു. ഇതിൽ അവസാനമായി ഇപ്പോൾ ഉപ്പുകല്ലിന്മേൽ നിന്ന് പ്രതിഷേധിക്കേണ്ട ഒരവസ്ഥ കൂടി വന്നെത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തങ്ങളുടെ ആവശ്യം നിറവേറ്റുക, ആ ആവശ്യത്തിനുമേൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനമാണ് ഇവരെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ പറഞ്ഞിരുന്നു, ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ സമരങ്ങളിലൂടെ ചെയ്യുന്ന തങ്ങളുടെ ശരീരത്തെ നോവിച്ചുകൊണ്ട് ചെയ്യുന്ന ആ വേദനയൊന്നും ഒരു വേദനയല്ല. എന്നാൽ സർക്കാർ തങ്ങളോട് കാണിക്കുന്ന ആ അവഗണനയാണ് തങ്ങളുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന മുറിവ് എന്ന് പറയുന്നത്. എന്തായാലും സത്യാഗ്രഹ സമരത്തിന് പിന്നാലെ ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രതിഷേധ സമരം കൂടി നടക്കുകയാണ്. ഉപ്പുകല്ലിന്മേൽ മുട്ടിട്ട് നിന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും ഉപ്പുകല്ലിന്മേൽ മുട്ടിട്ട് നിന്ന് പ്രതിഷേധിക്കുകയാണ്. എന്താണ് സർക്കാർ ഒന്നും കണ്ണു തുറക്കാത്തത്? സർക്കാർ കണ്ണു തുറക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ ലിസ്റ്റിന്റെ ലാസ്റ്റ് സമയത്താണ് നല്ല ബൾക്കായിട്ടുള്ള വേക്കൻസികൾ കൊടുത്തത്. ആ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾക്കും
ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ സർക്കാർ കാണും, ഞങ്ങൾക്ക് നല്ല വേക്കൻസികൾ തരുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. പലതവണ ഈ സത്യാഗ്രഹം തുടങ്ങിയതിനു ശേഷം പല രീതിയിലുള്ള സമരങ്ങൾ നടന്നു. മുട്ടിട്ടിഴഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചും ഉപ്പുകല്ലിൽ മുട്ടുകുത്തി നിന്നുമെല്ലാം ചെയ്തു. ഈ ക്യാബിനറ്റിലടക്കം ഒരു പ്രതീക്ഷ നിങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരം പ്രതീക്ഷകളൊക്കെ മങ്ങലേൽക്കുന്നൊരു സാഹചര്യമാണ് നേരത്തെ ഉണ്ടായത്. ഞങ്ങൾക്ക് വേണ്ടി ഇതുവരെ ചർച്ചകളൊന്നും വെച്ചിട്ടില്ല, അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല, നല്ല രീതിയിലുള്ള വേക്കൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. സർക്കാർ ഞങ്ങളെ കൈവിടില്ലാൻ തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രതീക്ഷ. തുടർന്ന് എങ്ങനെയാണ്? ഇനിയുള്ളത് 3 ദിവസം മാത്രമാണ്. ആ 3 ദിവസത്തിൽ കാര്യമായ സർക്കാരിന്റെ ഭാഗത്ത് നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്താണ് അടുത്ത ഒരു പോംവഴി എന്ന നിലയിൽ ചിന്തിക്കുന്നത്? ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. സർക്കാരിലുള്ള ഒരു പ്രതീക്ഷയുടെ പുറത്ത് മാത്രമാണ് പലരും ഇവിടെ നിൽക്കുന്നത്. റാങ്ക് ലിസ്റ്റ് കഴിയാനുള്ള ആ സമയത്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു നിയമനം വരുമെന്ന് തന്നെ ആ ഒരു പ്രതീക്ഷ ഓരോരുത്തർക്കും ഉണ്ട്. ഉപ്പുകല്ലിൽ നിന്നുകൊണ്ടാണ്, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നമ്മൾ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമനം ആവശ്യപ്പെട്ട് സത്യാഗ്രഹം ചെയ്യുന്ന CPI ഉദ്യോഗാർത്ഥികൾ കൂടുതൽ കടുത്ത സമര രീതികളിലേക്ക് എത്തുകയാണ്. ഒറ്റക്കാലിൽ ഉപ്പിന് മുകളിൽ നിന്നവർ പ്രതിഷേധിക്കുകയാണ്. ഇനിയെങ്കിലും സർക്കാർ കണ്ണ് തുറക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമായി ചേർന്നത്. സെക്രട്ടേറിയറ്റിനെ പ്രതിഷേധ കടലാക്കി പൗരസാഗരത്തിൽ അണിനിരന്ന ആയിരങ്ങൾ. കേരളം ആശമാർക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ച പൗരസാഗരം എഴുത്തുകാരി ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. ആശാസമരത്തോടുള്ള സർക്കാരിന്റെ കോർപ്പറേറ്റ് CEO ഭാഷ വെടിയണമെന്ന് കവി സച്ചിദാനന്ദൻ പറഞ്ഞു. ഭരണസിരാ കേന്ദ്രത്തെ പ്രതിഷേധ കടലാക്കിയാണ് പൗരസാഗരം സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർക്കൊപ്പം ആശാപ്രവർത്തകരും കുടുംബസമേതം പ്രതിഷേധത്തിൽ അണിനിരുന്നു. ആശാസമരത്തെ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാർ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നതാണെന്ന് ഓർക്കണമെന്ന് എഴുത്തുകാരി ഖദീജ മുംതാസ് ഓർമ്മിപ്പിച്ചു. ലോകത്തെമ്പാടും നമുക്കറിയാം, ഒരു 17-18 നൂറ്റാണ്ടുകൾ മുതൽ തന്നെ നിരന്തരമായിട്ടുള്ള അധസ്ഥിതരായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ സമരങ്ങളിലൂടെ തന്നെയാണ് ഇന്ന് ലോകം ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാവാം, യൂറോപ്പിലാവാം, റഷ്യയിലാവാം, ഓസ്ട്രേലിയയിലാവാം, ഇന്ത്യയിലാവാം, എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിലൂടെയാണ് വാസ്തവത്തിൽ ഈ ജനാധിപത്യം നമ്മൾ നേടിയെടുത്തിട്ടുള്ളത്. കേരളത്തിൽ മുദ്രാവാക്യങ്ങളിലൂടെ വന്നുകൊണ്ടിരുന്ന നിരന്തരമായിട്ടുള്ള ജാതിക്കെതിരായിട്ടുള്ള സമരങ്ങൾ, അധസ്ഥിതരുടെ സമരങ്ങൾ, തൊഴിലാളികളുടെ സമരങ്ങൾ, കയർ തൊഴിലാളികളുടെ, ബീഡി തൊഴിലാളികളുടെ, അങ്ങനെ എത്രയെത്ര സമരങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഈ തൊഴിലാളി പ്രസ്ഥാനം തന്നെ എത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിന്റെ ഒരു വൈരുദ്ധ്യം ആയിട്ട് നമുക്ക് കാണേണ്ടി വരിക. പൂർണ്ണമായും ന്യായയുക്തമായ സമരമാണ് ആശമാരുടേതെന്ന് കവി സച്ചിദാനന്ദൻ പറഞ്ഞു. കോർപ്പറേറ്റ് CEOമാരുടെ ഭാഷ ഉപേക്ഷിച്ച സർക്കാർ സമരത്തെ കേൾക്കാൻ തയ്യാറാകണമെന്ന് സച്ചിദാനന്ദൻ വിമർശിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അവരോട് കോർപ്പറേറ്റ് സിഇഒമാരുടെ ഭാഷ ഉപയോഗിക്കാതിരിക്കുക, നീതിയുടെ പ്രശ്നമായി കാണുക, ആരുയർത്തിയാലും ഒരു നീതിയുടെ പ്രശ്നത്തിനോട് പ്രതികരിക്കുക എന്നത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ, ഇടതുപക്ഷം അല്ലെങ്കിൽ പോലും ജനാധിപത്യ ഗവൺമെന്റിന്റെ കടമയാണ്. ഞങ്ങളുടെ സമരം അവരുടെ സമരം എന്ന രീതിയിലല്ല സമരങ്ങളെ, പ്രക്ഷോഭങ്ങളെ, നീതിക്കായുള്ള മുന്നേറ്റങ്ങളെ കാണേണ്ടത്. അധികാര രാഷ്ട്രീയം കൊണ്ട് മുരടിച്ചുപോയ കേരളീയ സമൂഹത്തിലെ തൊഴിലാളി രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു വലിയ ധർമ്മത്തിന്റെ ആദ്യ പടവ് കൂടിയാണ് ഈ സമരം എന്ന് മനസ്സിലാക്കി അവരോട് നീതിപൂർവം അനുഭാവപൂർവം പെരുമാറണം എന്ന് എൻ്റെ ഗവൺമെന്റിനോട് ഞാൻ സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു. പ്രതിഷേധ സാഗരത്തിൽ ആശമാർ കൂട്ടായി പ്രതിജ്ഞയെടുത്തു. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ജനാധിപത്യ സമരങ്ങൾ ഇനിമേൽ വിജയിക്കും പരാജയപ്പെടുമോ
എന്ന് നിർണയിക്കാൻ പോകുന്നത് ഈ സമരത്തിന്റെ ജയാപജയങ്ങളാണ്. രാപ്പകൽ സമരം 62-ാം ദിവസം പിന്നിടുമ്പോഴും സംസ്ഥാന സർക്കാർ തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു പൗരസാഗരം സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ആശമാരോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിഷേധ പരിപാടിയിൽ ഉയർന്നത്. ജനം, തിരുവനന്തപുരം. തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിനെന്ന കെ സുരേന്ദ്രൻ. വഖഫ് നിയമത്തിനെതിരെ എന്ന പേരിൽ ഭീകരരുടെ ചിത്രങ്ങളുമേന്തി സമരം നടത്തി. ഇതിനെതിരെ അടിയന്തരമായി കേസെടുക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും സ്ഥാപകന്മാരുടെ ചിത്രങ്ങൾ വെച്ചതിനെതിരെ കേസെടുക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. മുസ്ലിം സംഘടനകൾ പോലും, ചില മുസ്ലിം സംഘടനകൾ പോലും അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ബോധപൂർവം കേരളത്തിൽ കലാപം ഉണ്ടാക്കാനാണ് ഹമാസ് തലവന്റെയും അതുപോലെ ബ്രദർഹുഡ് തലവന്റെയും എല്ലാം ചിത്രം വെച്ച് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി അവർ എയർപോർട്ടിലേക്ക് പോയത്. അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് CPM-ഉം സർക്കാരും എടുക്കുന്നത്. പ്രതിപക്ഷവും അതിന് കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണം. കോഴിക്കോട് DCCയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ലീഡർ കെ കരുണാകരൻ മന്ദിരം എന്ന പേരിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് മുരളീധരന്റെ അസാന്നിധ്യം. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. വിദ്യാർത്ഥികളുടെ പരാതിയിൽ 10 അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. എറണാകുളം ബാർ അസോസിയേഷന്റെ ആനുവൽ ഡേ പരിപാടിയിൽ SFI പ്രവർത്തകർ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയ സംഭവത്തിലാണ് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ 10 അഭിഭാഷകർക്കെതിരെ കേസെടുത്തു. വടികളും കസേരയുടെ കാലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ മർദ്ദിച്ചെന്നും FIR-ൽ പറയുന്നു. കൂടാതെ പോലീസിനെ മർദ്ദിച്ചതിന് കണ്ടാൽ തിരിച്ചറിയാവുന്ന വിദ്യാർത്ഥികളും അഭിഭാഷകരുമായ 10ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ASI നൌഷാദിനെ ആക്രമിച്ച സംഭവത്തിലാണ് 10 പേരെ പ്രതി ചേർത്ത് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വധശ്രമം, സംഘം ചേർന്ന് ആക്രമിക്കൽ, കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ FIR-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അഭിഭാഷകരെ വടിയും മാരകായുധങ്ങളും ഉപയോഗിച്ച് മർദ്ദിച്ചതായും FIR-ൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ജനം, കൊച്ചി. മലപ്പുറം വേങ്ങരയിൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിയെയാണ് മലപ്പുറം വനിതാ സെല്ല് കേസെടുത്തത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. കഴിഞ്ഞ ദിവസമാണ് വേങ്ങര സ്വദേശിയായ യുവതിയെ ഭർത്താവ് കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. അന്നോട് വെച്ചെട്ടിട്ടേ എത്ര നല്ല മുതലല്ലേ ഇപ്പൊ ഇത് വെച്ചെട്ടാൻ പറ്റിയൊരു മുതലേ മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചെല്ലിയത് തീർത്തോ ഒരു ഒപ്പിടുള്ളടത്ത് ഒപ്പിട്ടുതരാം. തീർത്തു പോ. അതാണ് ആൺകുട്ടികൾ. അങ്ങനെ കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു ഇത്ര കാലം ഞാൻ ഉണ്ടാകുന്നു. എനിക്ക് തരാനുള്ള സംഗതി മുഴുവൻ തെന്നീന് ശേഷം വേണമെങ്കിൽ ഒപ്പിടാ, എവിടെ വേണമെങ്കിലും ഒപ്പിടാ. അല്ലാതെ എന്റെ ഉടായ്പിന്റെ പരിപാടി ഒന്നും നടക്കൂല മോനെ. എന്ത് തരാനുള്ളത് അത് അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് തരാനുള്ളത് എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും. അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല. ഇത് കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. പിന്നെ ഇതിന്റെ ഒന്നായിട്ട് തിരികും. എന്റെ പെണ്ണ് ആത്മരി പോയിട്ട് തിരിഞ്ഞു നോക്കിയാത്ത ഇജാടാ തിരികാൻ പോകണ്ടേ. ആദ്യം നല്ല കടം വീട്ടാൻ നോക്കി ഒരു പഞ്ചം മരിച്ചിട്ട് തിരിഞ്ഞു നോക്കാത്ത സാധനങ്ങൾ. ഒരു കൊല്ലം മുന്നേ ഞാൻ എന്റെ മോളെ കാര്യം തീർക്കാൻ ചലിച്ചല്ലേ അല്ലേ. സ്വന്തം കൂടപ്പുറപ്പ് പോയിട്ട് എനിക്ക് ഒരു ഇതില്ലാത്ത മനുഷ്യരാണ്. ഇങ്ങോട്ടാണ് മറ്റുള്ളവരെ നേർക്കെടുക്കുന്നുണ്ട്. സംഭവത്തിൽ യുവതിയുടെ കുടുംബം പോലീസിലും മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം വനിതാ സെൽ വീരാൻകുട്ടിക്കെതിരെ കേസെടുത്തത്. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ, നിയമവിരുദ്ധ വിവാഹബന്ധം വേർപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. 1.5 വർഷം മുൻപായിരുന്നു കൊണ്ടോട്ടി സ്വദേശി തറയട്ടാൻചാലിൽ വീരാൻകുട്ടിയുമായുള്ള യുവതിയുടെ വിവാഹം. ഇവർക്ക് 11 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞുമുണ്ട്. 40 ദിവസമാണ് യുവതി ഭർതൃഗൃഹത്തിൽ കഴിഞ്ഞത്. യുവതിയുടെ കുടുംബം നൽകിയ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതിയുണ്ട്. ജനം, മലപ്പുറം.
കുവൈത്തിൽ തൊഴിൽത്തട്ടിപ്പിനിരയായി കുടുങ്ങിയ തൃശൂർ സ്വദേശിക്ക് രക്ഷകനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാനസികമായ പീഡനം നേരിട്ട വീട്ടമ്മ സരിത നാട്ടിൽ തിരിച്ചെത്തി. സുരേഷ് ഗോപിയുടെയും ഇന്ത്യൻ എംബസിയുടെയും സമയോചിതമായ ഇടപെടലാണ് സരിതയ്ക്ക് തുണയായത്. മാർച്ച് 25-നാണ് തൃശൂർ തൃക്കൂർ സ്വദേശിയായ വീട്ടമ്മ സരിത കുവൈത്തിലെത്തുന്നത്. വിവാഹമോചനവും തുടർന്നുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നും വീട് നഷ്ടമായിരുന്നു. ഇതിൽ നിന്നെല്ലാം കരകയറാനായിരുന്നു പ്രവാസം. കുഞ്ഞിനെ നോക്കുകയെന്ന ജോലിക്കായാണ് എത്തിയതെങ്കിലും അൽമറായിയിലെ വീട്ടിൽ നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനം. ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ പട്ടിണിക്കിട്ടു. ഉറങ്ങാൻ പരിമിതമായ സമയം മാത്രം നൽകി. അടിമയെ പോലെയാണ് പെരുമാറ്റം. വെടിവെച്ചു കൊല്ലുമെന്നും നാക്കരിയുമെന്നും ഭീഷണി. വംശീയ അധിക്ഷേപവും തുടർന്നു. 4 ഫ്ലോറുള്ള വീടാണത്. അപ്പോൾ 4ാമത്തെ ഫ്ലോറിലാണ് നമുക്ക് ജോലിക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി 72 സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ ഇറങ്ങി വരുന്നതിനുള്ളിൽ 5 മിനിറ്റാണ് സമയം കുളിക്കാനും താഴെത്താനും. 72 സ്റ്റെപ്പ് ഇറങ്ങി വന്നാലും വേർക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം അവിടെ ഉണ്ട്. നോർമൽ മനുഷ്യനാണ്, ഞാൻ വേർക്കും. പണിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് വേർക്കും. വേർത്താൽ അപ്പോൾ കുളിക്കണം. പക്ഷെ കുളിക്കാനുള്ള സമയം ഇതാണ്. നമുക്ക് ആകെ കിട്ടുന്നത് 5 മിനിറ്റ്. അപ്പോൾ എനിക്കിത് 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഭക്ഷണം ഇല്ലാണ്ടായപ്പോൾ എനിക്ക് പറ്റാണ്ടായി. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, എനിക്കിവിടെ പറ്റുന്നില്ല മാഡം, എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ മാഡം എനിക്ക് വേണ്ടി ചിലവാക്കിയ പൈസ എത്രയോ ഞാനത് തിരിച്ചു തരാം, എന്നെ വിടാൻ പറഞ്ഞു. വിടാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, പിന്നെ വിടാനല്ല ഞങ്ങൾ കൊണ്ടുവന്നത്, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന എനിക്ക് ഗാർബേജ് പോലെ യൂസ് ചെയ്യാനുള്ളൊരു ഡോങ്കിയാണ് ഞാൻ. അപ്പോൾ പിന്നെ എൻ്റെ ബാബ ഒരു അറിയാലോ ആർമിക്കാരനാണ്, ലൈസൻസ് ഉള്ള തോക്കുണ്ട്, അവിടെ എനിക്ക് കാണിച്ചു തന്നു. നിന്നെ ഷൂട്ട് ചെയ്ത് കൊന്നാലും ഇവിടെ ആരും ചോദിക്കാനില്ല. തിരിച്ചെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ ഞാൻ ഇനി നിർത്തി, നിന്റെ നാവ് എരിഞ്ഞ് കളയും. അപ്പോഴും ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. അന്നും ഇരുന്ന് കരഞ്ഞു. പിന്നെ ബാത്റൂമിൽ യൂസ് ചെയ്യണ ആള് ഉപയോഗിക്കുന്ന ചപ്പലുണ്ട്, ആ ചപ്പലെടുത്ത് കൊണ്ടിട്ട് അടിച്ചില്ല, ഇവിടം വരെ എത്തി. അതായത് തിരിച്ചിനൊന്നും പറയാത്ത നിലയ്ക്ക് ആൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടു. ദുരനുഭവം നാട്ടിൽ സുഹൃത്തുക്കളെ അറിയിച്ചതോടെ കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. അതുവഴി എംബസിയിലേക്കും ഇടപെടലെത്തി. സാഹസികമായി പുറത്തിറങ്ങി എംബസിയിലെത്തുകയും വൈകാതെ തന്നെ നാട്ടിലേക്ക് മടക്കയാത്രയും സാധ്യമായി. കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ജീവനോടെ തിരിച്ചെത്തുമെന്ന് കരുതുന്നില്ലെന്നും സരിത പറയുന്നു. ഹെൽപ്പ് ചെയ്തത് ഇവിടുന്ന് പോയ സുരേഷ് ഗോപി സാറിന്റെ ഫോണായിരുന്നു. അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം അവിടെ എന്ത് വേണമെങ്കിലും ആ നേരത്തെ അവർക്ക് കംപ്ലൈന്റ് കൊടുക്കാം. പക്ഷെ നമുക്ക് മെയിൽ അയക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞത് ആളുടെ ഓഫീസിൽ നിന്നാണ്, ആളുടെ PA. മെയിലൊക്കെ നമ്മൾ നേരത്തോടെ ചെന്നാൽ ആൾക്ക് എൻ്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനോ എന്തെങ്കിലും മോഷ്ടിച്ച് പോകുന്നു പറഞ്ഞു കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ആ മെയിൽ പോയതും ആളുടെ കോള് ചെന്നതും കാരണം ഞാനിപ്പോൾ ഇന്ന് എൻ്റെ മക്കളുടെ അടുത്ത് ജീവനോടെ വന്നിരിക്കുന്നത് ആ കോള് കൊണ്ടാണ്. സരിതയെ നിയമപരമായി കൊടുക്കാൻ കുവൈത്തിൽ ശ്രമം നടന്നുവെങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് സമയോചിതമായി നടത്തിയ തന്ത്രപരമായ ഇടപെടൽ വിജയം കാണുകയായിരുന്നു. ഏപ്രിൽ 9-ന് സരിത നാട്ടിൽ തിരിച്ചെത്തി. ജനം, തൃശൂർ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്ത് സുരേഷിനെതിരെ വകുപ്പ് തല നടപടി. സുഗാന്തിനെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ നടപടികൾ ആരംഭിച്ചു. പ്രൊബേഷൻ സമയമായതിനാൽ നിയമ തടസ്സങ്ങളില്ലെന്ന് IB വിലയിരുത്തൽ. തിരുവനന്തപുരം ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ മേധാവിക്കാണ് അന്വേഷണ ചുമതല. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് IB ജോയിന്റ് ഡയറക്ടർക്ക് ഉടൻ കൈമാറും. സുഗാന്ത് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണെന്നും പ്രതിയെക്കുറിച്ച് വിവരങ്ങളില്ല എന്നും പോലീസ് അറിയിച്ചു. കരുവന്നൂർ കള്ളപ്പണ കേസിൽ കുറ്റപത്രം തയ്യാറാക്കുന്നു. തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിലെ ജില്ലാ സെക്രട്ടറിമാരും പ്രതികളായേക്കും. നേരിട്ട് ഇടപെടലുകൾ നടത്തിയവരെ പ്രതികളും മറ്റു നേതാക്കളെ സാക്ഷികളുമാക്കും. കെ രാധാകൃഷ്ണൻ MPയുടെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായതോടെയാണ് കുറ്റപത്രത്തിന്റെ അന്തിമരൂപം തയ്യാറാകുന്നത്. ഈ മാസം അവസാന വാരം കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. തട്ടിപ്പ് നടന്ന 2011-2021 കാലഘട്ടത്തിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരിൽ ചിലർ പ്രതികളായേക്കും. കരുവന്നൂർ ബാങ്കിലെ വായ്പകളിൽ നേരിട്ട് ഇടപെടലുകൾ നടത്തിയവർ പ്രതികളാകുമ്പോൾ നേരിട്ട് പങ്കാളികളല്ലാത്തവരും എന്നാൽ പാർട്ടിക്ക് ബാങ്കിലുള്ള സാമ്പത്തിക ഇടപാടുകളും അക്കൗണ്ട് വിവരങ്ങളും അറിയാമായിരുന്ന ചില നേതാക്കളെ സാക്ഷികളാക്കും. 2016-2018 കാലത്ത് ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ രാധാകൃഷ്ണൻ MP പ്രധാന സാക്ഷികളിൽ ഒരാളാകാനും സാധ്യതയുണ്ട്. കരുവന്നൂർ ബാങ്കിൽ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത രാധാകൃഷ്ണൻ നിഷേധിച്ചിരുന്നില്ല. ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ട് ഇല്ലെന്ന് മാത്രമായിരുന്നു മറുപടി. ആദ്യഘട്ട കുറ്റപത്രത്തിൽ സ്ഥാപനങ്ങളടക്കം 55 പ്രതികൾ ഉണ്ടായിരുന്നു. ജനം, കൊച്ചി. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.